ഹേ ഗൈസ്, വൃഷഭ മൂവി കണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടനുള്ളതുകൊണ്ട് മാത്രം പോയി കണ്ട സിനിമയാണ്. സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മഹാവരാതം. അതിൽ കൂടുതൽ ഒന്നും ഈ പടത്തിനെ കുറിച്ച് പറയാനില്ല. ഞാൻ ഈ സിനിമ കാണാൻ പോണതിന് മുമ്പ് കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ അവരെല്ലാം നല്ല മൂഞ്ചിയ റിവ്യൂസ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മലങ്കൾട്ട് രീതിയിൽ ആസ്വദിക്കാൻ മൈൻഡ് സെറ്റ് ആക്കിയിട്ടാ പോയത്. ഈ പടം അങ്ങനെ പോലും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു കൂതറ അല്ലെങ്കിൽ കച്ചറ പടാക്കി കളഞ്ഞു. കാര്യം 2025 ലാലേട്ടനൊരു കിഡിലൻ വർഷമായിരുന്നു. ഇടയിൽ ഒരു കണ്ണപ്പ വന്ന് പോയതല്ലാതെ അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഒരു കിഡിലൻ സംഭവമായിരുന്നു ഈ വർഷം. പക്ഷെ എന്നിട്ടും പുള്ളി ഇതുപോലത്തെ പടങ്ങൾക്ക് 2025 തീരാറായപ്പോ ഒരു അമിട്ട് അല്ലെങ്കിൽ ഒരു കിഡിലൻ മാലപ്പടക്കം രീതിയിലുള്ള ഒരു പടം പോയി അത് ഇത്രയും മെയിൻ റോളിൽ പോയി ചെയ്തു. അത് ഭയങ്കര ഭയങ്കര ശോകമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളൂ. ചിലപ്പം അദ്ദേഹത്തിന് കണ്ണിട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതായിട്ട് പറഞ്ഞൊക്കെ ആസ്വദിക്കാം, അല്ല പറഞ്ഞ് ആശ്വസിക്കാം എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. എന്റെ പൊന്നോ, ഇതിന്റെ ഫസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്, അങ്ങേറ്റ എൻട്രി നമ്മുടെ ലാലേട്ടന്റെ. എന്റെ അളിയ ഷേറി കറങ്ങി 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 ഉള്ള ഒരു ഫൈറ്റ് സീക്വൻസ് രീതിയിലാണ് ആ എൻട്രി. എന്റെ പൊന്നോ, അവിടെ തന്നെ നമ്മുടെ എല്ലാം പോയി. പിന്നീട് ഈ സ്റ്റോറി ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നോ, പുള്ളിയുടെ ഒരു മോനായിട്ട് അഭിനയിച്ച ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേരൊന്നും അറിയില്ല, പക്ഷെ അന്യായ വെറുപ്പിരി ഫസ്റ്റ് ഹാഫ്. എന്റെ പൊന്നോ, കാര്യം പടച്ചിട്ട് സ്പീഡിൽ പോകണമെങ്കിലും ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമ്മൾ മടുക്കും. തിയേറ്ററിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ മതി, മടുത്ത് പൊന്നോ എങ്ങനെയും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നൊരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് ഇതിലങ്ങോട്ട് പടച്ചു വെച്ചാണ്. എന്ന് വെച്ചാൽ മലങ്കൾട്ട് പോലെ പോലും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ എടുത്തു വെച്ചേക്കണ ഒരു ഐറ്റം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ചൊരു ബെറ്റർ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് സെക്കൻഡ് ഹാഫ് ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായ ഒരു ബെറ്റർ ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ കുറച്ച് CGI പരിപാടികളുണ്ട്, ഭയങ്കര കോമഡിയാ. ഇത് ഒരു വെള്ളത്തിന്റെ അടിയിൽ കൂടെ നീന്തി പോണ ഒരു സീനുണ്ട്. എന്റെ മോനെ, അതൊക്കെ ഭയങ്കര ശോകം. പിന്നെ ഇച്ചിരിയെങ്കിലും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്റെ സെറ്റ് ഇട്ടേക്കണത് ഇച്ചിരിയെങ്കിലും കൊള്ളായിരുന്നു ചില സമയത്ത്. അങ്ങനെ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ കച്ചറ കൂതറ സിനിമ. എന്റെ പൊന്നിലാലേട്ടാ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളൂ, ഇതുപോലത്തെ ഒക്കെ മൂഞ്ചിയ പടങ്ങൾക്ക് കൊണ്ട് തലവെച്ച് കൊടുക്കല്ലേ പ്ലീസ്. അപ്പൊ കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യാട്ടോ.